ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രസീൽ ചിലിയെ പരാജയപ്പെടുത്തിയത്. ബ്രസീലിൻ്റെ എല്ലാ താരങ്ങളും മികച്ച പ്രകടനം നടത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. പതിയെ പതിയെ ബ്രസീൽ തിരിച്ചു വരികയാണ്. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ 2 വിജയങ്ങളും ഒരു സമനിലയുമാണ് ബ്രസീൽ നേടിയിട്ടുള്ളത്. 3 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും പോസിറ്റീവായ ഒരു കാര്യമാണ്. ഏതായാലും ഇതേക്കുറിച്ച് ബ്രസീലിയൻ സൂപ്പർ താരമായ കാസെമിറോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിൽ വീണ്ടും ആളുകൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. വരുന്ന വേൾഡ് കപ്പ് നേടാൻ കപ്പാസിറ്റിയുള്ള ഒരു ടീമാണ് ബ്രസീൽ എന്ന കാര്യം ഇപ്പോൾ ആളുകൾ വീണ്ടും വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാസെമിറോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ ആളുകൾ ഞങ്ങളിൽ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. വേൾഡ് കപ്പ് നേടാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം ആളുകളിൽ ഉടലെടുത്തു തുടങ്ങി. ആ വിശ്വാസം ഞങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതാണ് കാസമിറോ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അവസാനത്തെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബൊളീവിയയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ബൊളീവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക. ആ മത്സരം കളിക്കാൻ കാസമിറോ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചതോടുകൂടി സസ്പെൻഷൻ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.